ണ്ട്. രാജാതിരാജനായ റബ്ബ് തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികൾ ഏത് കാര്യത്തിലും അല്ലാഹുവിൽ തവക്കുൽ ഉള്ളവരാവണം. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പരിശുദ്ധമായ ഖുർആൻ രാജാതിരാജനായ റബ്ബ് തആല പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും മരണമില്ലാത്ത, ഹയ്യായ, സദാ ഹയാത്തുള്ള രാജാതിരാജനായ റബ്ബിൽ എല്ലാം ഭരമേൽപ്പിക്കുക, എല്ലാം തവക്കുലാക്കുക. മറ്റൊരായത്ത് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ, എല്ലാ ഭാരങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊടുത്താൽ ഫഹുവ ഹസ്ബുഹു, ആ അല്ലാഹു അവന് മതിയായവനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളുടെ ഒരു അടയാളം മറ്റൊരായത്തിൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. മറ്റൊരായത്ത് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. വഅലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ, ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. തവക്കുലാക്കുന്നവർ, ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിൽ അവർ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യവും അല്ലാഹു ഏറ്റെടുത്തതാണ്. പിന്നെ ആ അല്ലാഹുവിനല്ലാതെ പിന്നെ ആരിലാ ഭരമേൽപ്പിക്കാനുള്ളത്? നമ്മുടെ ഏതേത് കാര്യത്തിലും നമ്മുടെ ശങ്കയും ആശങ്കയും വേദനയും വ്യാകുലതകളും അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം നമ്മളുണ്ട്. ഇനി നാളെ എന്താകും എന്ന കാര്യത്തിൽ എന്തിനാ ബേജാറ്? അതും റബ്ബ് തീരുമാനിച്ച വഴിക്കങ്ങനെ നടക്കും. എല്ലാം അല്ലാഹുവിന്റെ ഖളാഇൽ ഖദറിൽ, പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ അത് അല്ലാഹുവിന് വിട്ടുകൊടുക്കുക. നമ്മൾ അല്ലാഹ്ക്ക് വിട്ടുകൊടുത്താലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമേ നടക്കൂ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ബേജാറുണ്ടാവരുത്. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സമ്പത്ത്, ഇതാണല്ലോ പൊതുവെ എപ്പോഴും മനുഷ്യന്റെ ആശങ്കകൾ, ബേജാറുകൾ. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, രാജാതിരാജനായ റബ്ബിന്റെ ചോദ്യം അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, യബ്ന ആദം ഖലഖതു സമാവാതി സബ്, 7 ആകാശങ്ങളെ പടച്ചത് ഞാനാണ്. അല്ലാഹു പറയാ, 7 ആകാശങ്ങളെ പടച്ചത്, ആ ആകാശങ്ങളിലുള്ള സകല സൃഷ്ടികളെയും പടച്ചത് ഞാനാ. ഭൂമികളെ പടച്ചത് വല്ലർളീന സബ്, 7 ഭൂമികളെയും പടച്ചത് ഞാനാണ്. ആ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുന്നതും ഞാനാണ്. പിന്നെയാണോ നിന്റെ ഒരുത്താണ് വയറ് നിറയാനുള്ള ഒരു റൊട്ടി കഷ്ണം? അതാണോ പിന്നെ എനിക്ക് വലുത്? മനുഷ്യ, എന്തിനാ നീ നിന്റെ റിസ്കിന്റെ കാര്യത്തിൽ ബേജാറാകുന്നത്? നിന്റെ അരച്ചാണ് വയറിന്റെ കാര്യത്തിൽ നീ എന്തിനാ മനുഷ്യ ബേജാറാകുന്നത്? ഈ ആകാശ ലോകങ്ങളെ, ഭൂമികളെ, അണ്ടകടാകങ്ങൾ, അതിലെ സകല സൃഷ്ടികളെ അവരെ മുഴുവനും തീറ്റിപ്പോറ്റുന്ന രാജാതിരാജനായ റബ്ബ്, എന്തിനാണ് നീ നിന്റെ ഒരു അരച്ചാണ് ആ നിറക്കാനുള്ള ചെറിയ ഒരു പൊടി ഭക്ഷണത്തിന് വേണ്ടി നീ എന്തിനാണ് ബേജാറാകുന്നത്, റബ്ബിനെ മറക്കുന്നത്? യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലാ തുതാലിബ്നി ബിർസിഖി വദിൻ, നാളത്തെ കാര്യത്തിൽ നീ ബേജാറാവണ്ട. നാളത്തെ റിസ്ക് നീ തേടി അലയണ്ട. നാളത്തെ റിസ്ക് നീ എന്നോടും ചോദിക്കണ്ട. ഇന്നത്തെ ചോദിച്ചോ, നാളത്തെ റിസ്ക് ചോദിക്കണ്ട. കാരണം കമാല ഉതാലിബുകം ബിഅമലി ഗദ്, നാളത്തെ അമൽ ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. നാളെ അമൽ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ അമൽ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നാളെ നോമ്പ് നോൽക്കണം, നാളെ ളുഹർ നിസ്കരിക്കണം, നാളെ അസ്ർ നിസ്കരിക്കണം, അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. നാളത്തെ നോമ്പ്, നാളത്തെ നിസ്കാരം അത് നമുക്ക് ഇപ്പോൾ നിർബന്ധമില്ല. നാളെ ഉണ്ടായാലേ നിർബന്ധമുള്ളൂ. നാളെ നമ്മൾ ഉണ്ടായാൽ, നാളെ നോമ്പ് നോൽക്കാൻ സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ.
നാളെ ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ ളുഹറിന്റെ സമയമായാൽ അപ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ആ ളുഹർ നമുക്ക് നിർബന്ധമുള്ളൂ. നാളത്തെ അമൽ നിനക്ക് നിർബന്ധമാക്കിയിട്ടില്ല, നാളത്തെ അമൽ ഞാൻ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നാളത്തെ റിസ്ഖും നീ എന്നോട് ആവശ്യപ്പെടണ്ട. ഇന്ന് നിന്നോട് അമൽ ചെയ്യാൻ പറഞ്ഞു, ഇന്നത്തെ റിസ്ഖ് ഞാൻ തരും. നാളെ ആയാൽ, നാളെ അമൽ ചെയ്താൽ നാളത്തെ റിസ്ഖ് അപ്പോ നിനക്ക് ആവശ്യപ്പെടാം. യബ്ന ആദം ഫഇന്നീ ലം അൻസ മൻ അസാനി. എന്നോട് പാപം ചെയ്തവരെ ഞാൻ മറക്കൂല കേട്ടോ. എന്നോട് പാപം ചെയ്യുന്നവരെ മനുഷ്യ ഞാൻ മറന്നുപോകൂല. അള്ളാഹു പറയുകയാണ്, തീർച്ചയായും ഫഇന്നീ ലം അൻസ മൻ അസാനി, എനിക്കെതിരെ പാപം ചെയ്യുന്നവരെ ഞാൻ മറന്നുകളയൂല. ഏതുപോലെ ഫകൈഫ മൻ അസാനി, എനിക്ക് അമല് ചെയ്യുന്നവരെ ഞാൻ മറന്നുപോകാത്തതുപോലെ എനിക്കെതിരെ തെറ്റ് ചെയ്യുന്നവരെ ഞാൻ മറന്നുപോകൂല. പിന്നെ എങ്ങനെയാണ് എനിക്ക് അമല് ചെയ്യുന്നത് എന്നെ മറന്നുപോകുക? ഫഇല്ലം അൻസ മൻ അസാനി, എനിക്കെതിരെ ധിക്കാരം ചെയ്യുന്ന ആളുകളെ ഞാൻ മറന്നു കളയുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് അമല് ചെയ്യുന്ന നിന്നെ മറന്നു കളയാ? അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? എനിക്കെതിരെ ധിക്കാരം ചെയ്യുന്ന, എനിക്കെതിരെ കുറ്റം ചെയ്യുന്ന, ഒരിക്കലും ഒറ്റ വഖത്ത് നിസ്കരിക്കാത്ത, കള്ളു കൊടുത്തും തമ്മാടിത്തരം ചെയ്തും വ്യഭിചരിച്ചും വൃത്തികെട്ട നിലക്ക് തന്നെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് റിസ്ക് കൊടുക്കുന്ന കാര്യത്തിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ അവരെ മറന്നു കളയുന്നില്ല. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഫകൈഫ മൻ അതാനി, പിന്നെ എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന, എനിക്ക് ശുക്ർ ചെയ്യുന്ന, എനിക്ക് വഴിപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാ പിന്നെ ഞാൻ മറന്നു കളയാ? വഅന അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാ ഞാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ റിസ്ഖ് രാജാതിരാജനായ റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു. അല്ലേ? എന്ത് വേണം? തവക്കുലുണ്ടാവണം, അല്ലാഹുവിൽ തവക്കുലുണ്ടാവണം. قال النبي صلى الله عليه وسلم لو توكلتم على الله حق توكل, നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥ തവക്കുൽ, ഹക്കായ തവക്കുൽ, നിങ്ങൾ തവക്കുലുള്ളവരാണെങ്കിൽ, ഹക്ക തവക്കുൽ, ശരിയായ തവക്കുൽ, ഞാനൊക്കെ അല്ലാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വെറും വാക്കല്ല, ഹക്കായ തവക്കുൽ ഉണ്ടെങ്കിൽ ലറസഖക്കും, അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. ഏതുപോലെ? കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ, തഗദൂ ഖിമാസാ വതഊദു ബിതാനാ, പക്ഷികൾ രാവിലെ കാലി വയറുമായി, ഒട്ടിയ വയറുമായി, വയറിൽ ഒന്നുമില്ലാതെ പക്ഷികൾ അവരുടെ കൂട്ടിൽ നിന്ന് രാവിലെ പോകുന്നു. പിന്നെ വൈകുന്നേരം അവർ കൂടണയുന്നത്, തിരിച്ചു വരുന്നത് വയറ് നിറഞ്ഞിട്ടാണ്. ആ പക്ഷികൾക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു. നിങ്ങൾക്ക് തവക്കുലുണ്ടെങ്കിൽ, നമുക്ക് സംശയമാണ്, നമുക്ക് എന്നാലും നമുക്ക് സംശയമാണ്, നമുക്കൊരു ഉറപ്പില്ല അല്ലാഹു ഏറ്റെടുക്കുവോ? അല്ലേ? അവിടെയാ വിഷയം. നമുക്കപ്പോഴും ബേജാറാണ്, നാളത്തെ കാര്യത്തിൽ, മറ്റന്നാളത്തെ കാര്യത്തിൽ, ഭാവിയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, പേരക്കുട്ടികളുടെ കാര്യത്തിൽ ബേജാറാണ്. അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ബേജാറാണ്. നിങ്ങൾക്ക് യഥാർത്ഥ തവക്കുലുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. പടച്ച റബ്ബ് റിസ്ക് നൽകും. ഏതുപോലെ? പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ, ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പോകുന്ന, വൈകുന്നേരത്ത് കൂടണയാൻ, വൈകുന്നേരം കൂട്ടിലേക്ക് മുളയാൻ വരുമ്പോൾ വയറ് നിറഞ്ഞു വരുന്ന പക്ഷികളെ പോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉൻദറൂ ഇല ത്വയ്ർ, നിങ്ങൾ പക്ഷികളിലേക്ക് നോക്കണം. തഖദൂ വതറൂഹു ലൈസ മഅഹാ ശൈഉൻ മിൻ അർസാഖിഹാ ലാ തഹറുസു വലാ തഹസുദ്. നിങ്ങൾ പക്ഷികളെ കാണുന്നില്ലേ? പക്ഷികൾ അവ രാവിലെ പോകുന്നു, അവ യാത്രയാകുന്നു, പറക്കുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ ലൈസ മഅഹാ ശൈഉൻ മിൻ അർസാഖിഹാ, ഒരു പക്ഷി ഭക്ഷണത്തിന്റെ ഭാണ്ഡക്കെട്ടുമായിട്ടല്ല പറന്നു പോകുന്നത്.
ഭക്ഷണത്തിന്റെ സഞ്ചിയുമായിട്ടല്ല പറന്നു പോകുന്നത്. അവര് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നില്ല. ഒരു പക്ഷിയും കൃഷി ചെയ്യുന്നില്ല. ലാ തഹ്റുതു, ഒരു പക്ഷിയും കൃഷി ചെയ്യുന്നില്ല. അവര് കൃഷി ചെയ്തത് അവര് കൊയ്തെടുക്കുന്നില്ല. അവര് റേഷൻ കട നടത്തുന്നില്ല. അവര് പലചരക്ക് കട നടത്തുന്നില്ല. അവര് പച്ചക്കറി കട നടത്തുന്നില്ല. അവര് ഭക്ഷണം സ്റ്റോക്ക് ചെയ്യുന്ന ഗോഡൌണുകൾ അവർക്കില്ല. അവർ രാവിലെ പോകുന്നു, അവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. എന്നതുപോലെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വല്ലാഹു യർസുഖുഹാ, അല്ലാഹു ആണ് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്നതുപോലെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും. അപ്പൊ ഈസാ നബി പറയാ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പറയും. ഫഇൻ സഅംതും, അപ്പോൾ നിങ്ങൾ വാദിക്കും, നിങ്ങൾ എന്നെ കൗണ്ടർ ചെയ്ത് മറുപടി പറയും എന്ന് പറയും. അന്നകും അക്ബറ ബുതൂനം മിനത് തൈരി, അതിന് പക്ഷികളുടെ വയറൊക്കെ ചെറിയ ചെറിയ വയറുകളല്ലേ, എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതിയാവുമല്ലോ. ഞങ്ങളെ വയറ് വലിയ വയറാണ് എന്ന് നിങ്ങൾ എന്നോട് വാദിച്ചാൽ, മറുചോദ്യം ചോദിച്ചാൽ, ഫൈൻ ദാൻതും, നിങ്ങളുടെ വയറുകൾ അന്നക്കും അക്ബറ ബുത്തൂന, പക്ഷികൾക്ക് ചെറിയ ഒരു പിടി കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം വേണം എന്ന് നിങ്ങൾ വാദിച്ചാൽ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, കലീമുൽ മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം, ഫഹാദിൽ വുഹൂഷ്, നിങ്ങളെക്കാൾ വലിയ വലിയ വയറന്മാർ, ഫഹാദിൽ വുഹൂഷ്, കാട്ടുമൃഗങ്ങൾ, വൽ ബഖറു, പശുക്കളും പോത്തുകളും മാടുകളും, വൽ ഹുമറു, കഴുതകളും കുതിരകളും, അങ്ങനെയുള്ള എത്രയോ വലിയ വലിയ നിങ്ങളെക്കാൾ ഒരുപാട് ഭക്ഷണം വേണ്ട മൃഗങ്ങളില്ലേ, ലാ തഹ്റുതു, അവയും കൃഷി ചെയ്യുന്നില്ലല്ലോ, ആ മൃഗങ്ങളും കൃഷി ചെയ്യുന്നില്ലല്ലോ, അവരും ഗോഡൌണുകൾ സൂക്ഷിക്കുന്നില്ലല്ലോ, അവര് കൊയ്തെടുക്കുന്നില്ലല്ലോ, അവര് ഭക്ഷണത്തിന് ബേജാറാകുന്നില്ലല്ലോ. വല്ലാഹു യർസുഖുഹാ, അല്ലാഹു ആണ് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സറഹു അൻ യകൂന അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഗനിയാവണം, വലിയ സമ്പന്നനാവണം, നല്ല ഗനിയാവണം എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫല്യകുൻ ബിമാ ഇൻദല്ലാഹി ഔസഖ മിന്നു ബിമാ ഫീ യദിഹി, അല്ലാഹുവിന്റെ അടുക്കലുള്ളതിൽ, പടച്ച റബ്ബിന്റെ അടുക്കലുള്ളതിൽ ദൃഢമായി പിടിച്ചവനും വിശ്വസിച്ചവനുമാകണം. എന്നാലേ അവന് ഏറ്റവും വലിയ ഗനിയായി മാറാൻ കഴിയൂ. എന്തല്ല ഏറ്റവും വലിയ സമ്പന്നനാകുന്നത് അവന്റെ കയ്യിൽ ഒരുപാട് പണവും സമ്പത്തുണ്ടാവുമ്പോഴല്ല. പിന്നെയോ, എത്ര പണമുണ്ടെങ്കിലും നിനക്ക് തികയാതെ വരാം നിന്റെ പണം, നിന്റെ സമ്പത്ത്, അത് എത്രയുണ്ടെങ്കിലും നിനക്ക് തികയാതെ വരാം. സുബ്ഹാനല്ലാഹ്, റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. ഒരുപക്ഷേ നിനക്ക് എത്രയെത്ര സമ്പത്തുണ്ടെങ്കിലും അതൊക്കെ നിനക്ക് ഉപകാരപ്പെടാതെയും വരാം, നിന്റെ ഒരു രൂപയും നിനക്ക് ഉപകാരപ്പെടാതെയും വരാം, അങ്ങനെയും സംഭവിക്കാം. പക്ഷേ നീ അവലംബിക്കേണ്ടത് നിന്റെ മുഴുവൻ സ്വത്ത്, അത് മുഴുവനും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് റബ്ബിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ ഖജാന വിശാലമാണ്, ഡെപ്പോസിറ്റ് മുഴുവനും അവിടെയാണ്. ഒരു മുതലാളിയോട് ചോദിച്ചാൽ നിനക്കെത്രയാ ഉള്ളത്? എനിക്കതാ എത്ര ലക്ഷമുണ്ട്, എത്ര കോടിയുണ്ട്. നിനക്കെത്രയാ ഉള്ളത്? എനിക്ക് അതിനേക്കാൾ ഇത്രയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചവന് പറയാനുള്ളത്, നിങ്ങളെക്കാൾ, നിങ്ങൾക്കുള്ള ലക്ഷങ്ങളെക്കാൾ, കോടികളെക്കാൾ എന്റെ ഡെപ്പോസിറ്റ് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അല്ലാഹുവിലാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ള കോടികൾ അത് കയ്യും കണക്കുമില്ലാത്തതാണ്, ഒരു കയ്യും കണക്കുമില്ലാത്തതാണ്. അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ, അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ, അല്ലേ? അവനാണ് സമാധാനമുള്ളവൻ, അവനാണ് റാഹത്തോടുകൂടെ കിടന്നുറങ്ങാൻ കഴിവുള്ളവൻ, അവനാണ് രുചിയറിഞ്ഞ ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവൻ, അവനാണ് ഒരു ബേജാറുമില്ലാത്തവൻ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ്, മുത്തുനബിയുടെ ഒരു സൽഗുണമാണ്, മുത്തുനബിയുടെ ഒരു ഹാലാണ് തവക്കുൽ. അത്തവക്കുലു ഹാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഒരു ഹാലാണ് തവക്കുൽ. നമ്മെ തവക്കുലാക്കിയിട്ട് ഒരു പണിക്കും പോണ്ട, ജോലിക്കും പോണ്ട, കൃഷിയും ചെയ്യണ്ട, അങ്ങനെയാണോ ആ പറഞ്ഞതിനർത്ഥം? ഇപ്പൊ നമ്മൾ പറഞ്ഞു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹു നിങ്ങൾക്കും ഭക്ഷണം തരും എന്ന് റബ്ബ് പറഞ്ഞു. എന്നാൽ പിന്നെ ആ പക്ഷികളെ പോലെ എന്നാൽ ജോലിക്ക് പോകണ്ട, കച്ചവടത്തിന് പോകണ്ട, അല്ലെങ്കിൽ കൃഷി ചെയ്യണ്ട, ഒന്നിനും പോകണ്ട, അങ്ങനെ വീട്ടിലിരിക്കലാണോ? ആ അർത്ഥത്തിലാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ ഹാല്, മുത്തുനബിയുടെ മാനസികമായ ഹാലാണ് തവക്കുൽ. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചു, എല്ലാം റബ്ബ് നൽകുന്നവനാണ്. എന്നാലോ വൽ കസ്ബു സുന്നത്തുഹു, മുത്തുനബിയുടെ സുന്നത്താണ് അധ്വാനിക്കൽ, ജോലി ചെയ്യൽ, കസ്ബ്, വരുമാന മാർഗങ്ങൾ അന്വേഷിക്കൽ, ഉപജീവനത്തിന്റെ വഴികൾ തേടൽ, കൃഷി ചെയ്യൽ, കച്ചവടം ചെയ്യൽ, അതൊക്കെ മുത്തുനബിയുടെ സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ കൃഷി ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കച്ചവടം ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നാൽക്കാലികളെ വളർത്തിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ റിസ്ഖിനുള്ള വഴികൾ, അധ്വാനത്തിന്റെ വഴികൾ ചെയ്തിട്ടുണ്ട്. അത് മുത്തുനബിയുടെ സുന്നത്താണ്, അത് അമ്പിയാക്കളുടെ സുന്നത്താണ്. പിന്നെയോ മനസ്സിന്റെ ഹാല് അതാണ്. നമ്മളൊരു കച്ചവടത്തിന് പോയി, കച്ചവടം കിട്ടിയില്ല, നഷ്ടം വന്നു, അപ്പൊ ബേജാറാവണ്ട, അതാണ് തവക്കുൽ. കച്ചവടം നടന്നില്ല, അല്ലെങ്കിൽ നടന്ന കച്ചവടം നഷ്ടത്തിലായി, കച്ചവടം നടന്നില്ല, അല്ലെങ്കിൽ കച്ചവടം നടന്നു അപ്പൊ നഷ്ടത്തിലായി, അപ്പൊ ബേജാറാവണ്ട, ടെൻഷൻ അടിക്കണ്ട, ഉറക്കം വരാതിരിക്കണ്ട, കെട്ടിത്തൂങ്ങി ആത്മഹത്യക്ക് പോണ്ട, അല്ലെ? കടം കൊണ്ട് വലഞ്ഞു, ഒരു കച്ചവടത്തിന് പോയി, പൊട്ടിപ്പാളീസായി, കടം കൊണ്ട് അങ്ങോട്ട് വലഞ്ഞു, ലക്ഷങ്ങൾ അങ്ങോട്ട് പൊട്ടിപ്പോയി, എന്താ ചെയ്യാ? അപ്പൊ പറയും കയറെടുക്കുക. പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ഭാര്യക്ക് വിഷം കൊടുത്തു, മക്കൾക്കും വിഷം കൊടുത്തു, എന്നിട്ട് അവസാനം ഇവൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ. എന്താ കാരണം? കടം കൊണ്ട് വലഞ്ഞതാണ്. അതാണ് തവക്കുലില്ലായ്മ, അതാണ് തവക്കുൽ. അവിടെയാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഗുണം. അതാണ് തവക്കുൽ എന്നത് ഒരു ഹാലാണ്, അത് നമ്മുടെ ഒരു അവസ്ഥയാണ്, അത് നമ്മുടെ ഒരു സ്വഭാവമായി തീരേണ്ടതാണ്. അങ്ങനെ വന്നാൽ റബ്ബ് അതിനൊരു മറുവഴി കണ്ടിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ ലക്ഷങ്ങൾ കടം കൊണ്ട് വരഞ്ഞ് ഇടങ്ങറായി കഷ്ടപ്പെട്ട് പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു വഴി തുറന്നുകൊടുത്ത് അങ്ങനെ അവൻ കടങ്ങളൊക്കെ വീട്ടി, പിന്നെ അവൻ വലിയ മുതലാളിയായി, സമ്പന്നനായി. അങ്ങനെ എത്ര ആളുകളുണ്ട് അല്ലേ? പക്ഷെ ആ സമയത്ത് തവക്കുലുണ്ടായില്ല, അപ്പൊ പെട്ടെന്ന് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു മരിച്ചു. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എത്ര കുറ്റം അവൻ വഹിക്കണം? നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ആത്മഹത്യ ചെയ്തു എന്ന ഏറ്റവും വലിയ കടുത്ത തെറ്റ്, ആത്മഹത്യ ചെയ്തു എന്ന കടുത്ത തെറ്റ്, കടം വീട്ടില എന്ന അടുത്ത തെറ്റ്, അല്ലേ? മക്കളെയൊക്കെ കൊന്നു എന്ന കൊടുംപാപം, എന്തൊക്കെ കുറ്റവാരം പിന്നെ അവൻ ചുമക്കണം. അതിനൊക്കെ പുറമെ പരലോകത്ത് ഇതിനൊക്കെയുള്ള ശിക്ഷയും ഏറ്റുവാങ്ങണ്ടേ. സുബ്ഹാനല്ലാഹ്, റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാലോ അവന് തവക്കുലുണ്ടായിരുന്നെങ്കിലോ അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കും. ബേജാറാണ് മനുഷ്യന്, സബൂറില്ല, ക്ഷമല്ല. അള്ളാഹു വഴികൾ തുറന്നു തരും. രാജാതിരാജനായ റബ്ബ് വഴികൾ തുറന്നു തരും. അതിന് പരിശ്രമിക്കണം. തവക്കുലിന്റെ കാര്യം കേട്ടപ്പോ ഒരു അറാബിയായ ഒരാൾ ഒരു ഒട്ടകപ്പുറത്ത് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അദഉഹാ വഅതവക്കലു, ഞാൻ ഒട്ടകത്തെ അവിടെ ഇട്ട് പോന്നു, കെട്ടിട്ടിട്ടൊന്നുമില്ല. വഅതവക്കൽ, ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുകയാണ്. ഒട്ടകത്തെ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, പറ്റൂല, അഖിൽഹാ വതവക്കൽ, ഒട്ടകത്തെ കെട്ടിടണം, പിന്നെ അല്ലാഹുവിൽ പരമേൽപ്പിക്കണം. അതാ വേണ്ടത്.
അല്ലേ? ഈ ഒട്ടകത്തെ കെട്ടിടാതെ ഞാൻ അള്ളാനെ ഏൽപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒട്ടകം അവിടെ നിന്നോളണമെന്നല്ല, ഒട്ടകത്തിന്റെ വഴിക്ക് പോകും. പിന്നെ നിജു തിരിച്ചു പോകുമ്പോ വണ്ടി അവിടെ ഉണ്ടാവില്ല. പിന്നെ ഒട്ടകത്തെ കെട്ടിടണം. അപ്പോൾ കള്ളന്മാർ അഴിച്ചു കൊണ്ടുപോകില്ല. നമ്മൾ എന്ത് ചെയ്തു? ഞാനൊക്കെ അള്ളാവിനെ ഏൽപ്പിച്ചിട്ടാണ് വണ്ടിയുടെ താക്കോലൊക്കെ അവിടെ വണ്ടിയെ തന്നെ ഇട്ടിട്ട് ഗ്ലാസൊക്കെ തുറന്നിട്ട് ഒക്കെ റെഡിയാക്കി അവിടെ ഇട്ടു. ആരും കൊണ്ടുപോകില്ല, ഞാൻ അള്ളാവിനെ ഏൽപ്പിച്ചിട്ടാണ്. അങ്ങനെയല്ല, വണ്ടിയൊക്കെ പൂട്ടി ലോക്കാക്കി വരണം. അള്ളാഹുവിൽ തവക്കുലാക്കണം. വണ്ടിക്കൊരു അപകടവും പറ്റരുത്, വണ്ടി കള്ളന്മാര് കൊണ്ടുപോകരുത്, വണ്ടിയിൽ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചിട്ട് അപകടം ഉണ്ടാവരുത്, ഒരു പ്രയാസം ഉണ്ടാവരുത്, ഒക്കെ അള്ളാഹുവിൽ തവക്കുലാക്കുക. അതാണ് തവക്കുൽ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, പിന്നെ റബ്ബിൽ തവക്കുലാക്കണം. അതുകൊണ്ട് വന്നു നീ ഒട്ടകത്തെ പോയി കെട്ടണം, എന്നിട്ട് രാജാതിരാജനായ റബ്ബിൽ തവക്കുലാക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കണം. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പിന്നെ അവനൊന്നും ഭയപ്പെടാനില്ല, പിന്നെ അവനൊരു പ്രതിസന്ധിയും പേടിക്കാനില്ല. അത് ഹക്കായ തവക്കുലാണെങ്കിൽ പിന്നെ എല്ലാം റബ്ബിന്റെ കാവലിലാണ്, അള്ളാന്റെ കാവലിലാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു വലിയ ആപത്താണ് മുന്നിൽ, വലിയൊരു പരീക്ഷണമാണ് മുന്നിൽ, വലിയൊരു പ്രതിസന്ധിയാണ് മുന്നിൽ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. അതാ കത്തിയാളൊന്ന് തീക്കുണ്ടത്തിൽ വലിച്ചെറിയപ്പെട്ടാൽ കരിഞ്ഞ് കരിക്കട്ടയായി പോകും. സുബ്ഹാനല്ലാഹ്, ബേജാറുള്ള ഘട്ടമാണല്ലോ. ആ സമയത്ത് രക്ഷപ്പെടുത്താൻ ഒരാൾ വന്നാൽ നമ്മളെന്താ പറയാ? നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്താൻ ഒരാൾ വന്നാൽ എന്താ പറയാ? രക്ഷപ്പെടുത്തണം, ഞാൻ എന്തുവാണെങ്കിലും ചെയ്തു തരാം. അല്ലേ? ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ അലക ഹാജത്തുൻ, ഇപ്പൊ എന്തെങ്കിലും എന്നെ കൊണ്ട് സഹായമാണോ, ആവശ്യമുണ്ടോ? പേറ്റവില്ലിൽ കയറ്റിയിട്ട് തീക്കുണ്ടത്തിലേക്ക് നമ്രൂദിന്റെ കിങ്കരന്മാർ എടുത്തെയ്ത് വലിച്ചെറിയാൻ പോവുകയാണ്. ആ സമയത്ത് വന്നിട്ടാ ചോദിച്ചത്, എന്നെ കൊണ്ട് വല്ല സഹായവും വേണോ, ആവശ്യമുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അമാ ഇലൈക, നിന്നിലേക്കോ? ഫല, ഇല്ല. ജിബ്രീലേ, നിന്നെക്കൊള്ള ഒരാവശ്യവും എനിക്കില്ല, ഒരു സൃഷ്ടിയിലേക്കൊരാവശ്യവും എനിക്കില്ല. ഞാൻ സൃഷ്ടാവിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ ഖാലിഖിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മഖ്ലൂഖിലേക്ക്, ഒരു സൃഷ്ടിയിലേക്കും എനിക്ക് യാതൊരു ആവശ്യവുമില്ല. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, എല്ലാം ഞാൻ അവനിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ഞാനെല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസ, ഒരാള് രാവിലെയും വൈകുന്നേരവും ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, 7 തവണ രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഒരാൾ പതിവാക്കിയാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ആഖിറതി വ ദുനിയാ, ദുനിയാവും ആഖിറവും അല്ലാഹുവിൽ ഏൽപ്പിച്ചവനായി. അത് മതി അവന്. ദുനിയാവിന്റെ കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ എല്ലാം അല്ലാഹുവിൽ അവൻ ഏൽപ്പിച്ചവനായി. അത് മതി അവന്. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്തു തൗബയുടെ അവസാനം, സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ
ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, അലൈഹി തവക്കൽതു, എല്ലാം ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചു, വഹുവ റബ്ബുൽ അർശിൽ അദീം, മേലയായ അർശിന്റെ റബ്ബാണവൻ, അർശിന്റെ മേലയായ അർശിന്റെ അല്ലാഹു, ആ റബ്ബ്, ആ അല്ലാഹുവിൽ ഞാൻ എല്ലാം തവക്കുലാക്കി വരമേൽപ്പിച്ചു, ആ അല്ലാഹു മതി. സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത് ഏത്? ഫൈൻ തവല്ലൗ ഫഖുൽ. പിന്നെ ചൊല്ലേണ്ടത് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ആ ആയത്ത് മുഴുവൻ ചൊല്ലേണ്ടത് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബല, ഇതിന് പറയും ഹസ്ബല എന്ന് പറയും, ബിസ്മിക് ബസ്മല എന്ന് പറയും. അത് മഹാന്മാരുടെ ഒരു വാക്കാണ്. ഇതിന് പറയും ഹസ്ബല എന്ന് പറയും. ഹസ്ബല, അതിന്റെ ഇജാസത്ത് മഹാന്മാർ കൊടുക്കാറുണ്ട്. രാവിലെ 7, സുബഹിക്ക് ശേഷം 7, മഗ്രിബിന് ശേഷം 7, ഹസ്ബല, അതിന്റെ ഇജാസത്ത് മഹാന്മാർ കൊടുക്കാറുണ്ട്. ആ ഇജാസത്തോടുകൂടെ ചൊല്ലിയാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഈ അടുത്ത് ഒരു മഹാനിൽ നിന്ന്, ഒരു മഹാനായ ഒരു സയ്യിദിൽ നിന്ന് പരിശുദ്ധമായ ഹസ്ബലയുടെ ഇജാസത്ത് ഈ വിനീതന് കിട്ടി. അല്ലാഹു അത് നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരിൽ നിന്ന് ഇജാസത്തോടുകൂടെ ചൊല്ലുമ്പോൾ അതിന് വലിയ ഫലമുണ്ടാകും, അതിന് വലിയ ഗുണമുണ്ടാകും. ദിക്റുകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ മഹാന്മാരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയാൽ അതങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവുകയും ചെയ്താൽ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, 7 തവണ സുബഹിക്ക് ശേഷം, 7 തവണ മഗ്രിബിന് ശേഷം. ഇജാസത്തുണ്ടെങ്കിലും ചൊല്ലാം, ഇജാസത്തുണ്ടെങ്കിൽ കൂടുതൽ ഫലം ഉണ്ടാകുമെന്ന് മാത്രം. മുത്തുനബി പഠിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചാൽ അത് തന്നെ ഒരു ആമായ ഇജാസത്താണ്, ഈ ഉമ്മത്തിന് മുഴുവനും ഉള്ള ഇജാസത്താണ്. അല്ലാഹുവിന്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റെല്ലാം പഠിപ്പിച്ചു. അതിന്റെ ഫضല് പറഞ്ഞു, അക്സറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അത് എല്ലാവരോടും മൊത്തത്തിൽ പറഞ്ഞതാണ്. മുത്തുനബി അത് പറഞ്ഞത് തന്നെ നമുക്ക് ഇജാസത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. പിന്നെ ചില ഖാസായ ഇജാസത്ത് ഉണ്ടാവും. ബഹുമാനപ്പെട്ട ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് വന്നപ്പോൾ നമുക്ക് ദിക്ർ ചൊല്ലി തന്നു, അല്ലേ? ഞാൻ അത് പ്രത്യേകമാണ്. ഞാൻ ആദ്യം ഒരു 3 വട്ടം നിങ്ങൾക്ക് ചൊല്ലിത്തരാം, അപ്പൊ നിങ്ങൾ ചൊല്ലണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 100 വട്ടം ചൊല്ലി. ആ 100 വട്ടം ഞാൻ ചൊല്ലിത്തരാന്ന് പറഞ്ഞില്ല, അത് നമുക്ക് ഒന്നിച്ചു ചെല്ലാന്നാ പറഞ്ഞത്. ആദ്യം ഒരു 3 തവണ ഒരു പ്രത്യേകമായ രൂപത്തിൽ ചൊല്ലിയത് എങ്ങനെയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ 3 തവണ ചൊല്ലി. അത് ഉസ്താദ് ചൊല്ലി തന്നു, നമ്മളോട് ചൊല്ലാൻ പറഞ്ഞു. പിന്നെ കൂട്ടായിട്ട് നമ്മൾ 100 ദിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതങ്ങനെ കൂട്ടായി നമ്മൾ പതിവായി ചൊല്ലും പോലെ ചൊല്ലി. ആദ്യം ചൊല്ലിയത് അതൊരു പ്രത്യേകമായ ചൊല്ലലാണ്, അതൊരു ഖാസായ ഇജാസത്തിലൂടെയുള്ള ചൊല്ലലാണ്. അല്ലാഹുവിന്റെ റസൂല് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ എല്ലാവരോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. അലിയാർ തങ്ങൾക്ക് പ്രത്യേകമായി മുത്തുനബി പറഞ്ഞു, അലിയെ കണ്ണടച്ചോളൂ, കണ്ണു കൂട്ടിപ്പിടിച്ചോളൂ, ചൊല്ലിക്കോളൂ 3 തവണ മുത്തുനബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. അലിയാർ തങ്ങൾ അത് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർക്ക്, ബഹുമാനപ്പെട്ടവരുടെ മക്കൾക്ക്, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്, അങ്ങനെ പരമ്പരയായി മഹാന്മാരിലൂടെ മഹാന്മാർക്ക് പ്രത്യേകമായി ഖാസായി ഇജാസത്ത് കിട്ടി അങ്ങനെ ചൊല്ലാൻ. അപ്പൊ ഖാസായി കിട്ടിയാൽ അതിന് വലിയ ഗുണമുണ്ടാവും. മറ്റേത് ആമ്മായി മുത്തുനബി എന്തൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ ചൊല്ലണം. അതൊരു ആമ്മായ മുത്തുനബിയുടെ ഇജാസത്താണ്, അല്ലേ? രാവിലെ ഇന്നത് ചൊല്ലണം, വൈകുന്നേരം ഇന്നത് ചൊല്ലണം. ഓരോ സമയത്തുള്ള ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തർ ചൊല്ലി തന്നാൽ അതിന് ഫലം ഉണ്ടാകും.
ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ഒരിക്കൽ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഈസാ നബിനോട് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഈസാ നബിയെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പറഞ്ഞത് കലിമത്തു ഹഖിൻ ചൊല്ലിയില്ല. ഈസാ നബി ഏറ്റു ചൊല്ലിയില്ല. ഈസാ നബി പറഞ്ഞു കലിമത്തു ഹഖിൻ, അത് ഹഖായ കലിമത്താണ്. പക്ഷേ ലാ അഖൂലു ബിഖൗലിക, ഇത് ചൊല്ലിത്തന്നാൽ ഞാൻ ചൊല്ലൂല. ഇബ്ലീസേ, നീ ചൊല്ലിത്തന്നാൽ ഞാനത് ചൊല്ലൂല. നീ പറഞ്ഞത് ഹഖായ കലിമത്താണ്, ഞാനത് വേറെ ചൊല്ലിക്കോളാം, പക്ഷേ നീ ചൊല്ലിത്തന്നാൽ ചൊല്ലൂല എന്ന് പറഞ്ഞു മഹാനായ റൂഹുല്ലാഹി സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അല്ലേ? ചില ആളുകളുടെ വഴി അപകടം പിടിച്ച വഴിയായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? ചില ആളുകളുടെ വഴി അപകടം പിടിച്ച വഴിയായിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും പോയി ചൊല്ലുന്നത് ശ്രദ്ധിക്കണം. നമുക്ക് ചൊല്ലിത്തരുന്ന ആൾ ആരാണ്, ഏതാണ് വഴി, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്ലീസിന്റെ വഴിയാകരുത്. ഇബ്ലീസും ഇബ്ലീസിന്റെ വഴിക്കുള്ള ആളുകളും ദിക്ർ ചൊല്ലാൻ പറയും. അല്ലേ? അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയം നമുക്ക് വരാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തവക്കുലിന്റെ പ്രാധാന്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൽ തവക്കുലാക്കണം. ആ തവക്കുലാക്കുന്നവരുടെ ദിക്റാണ് ഹസ്ബല. തവക്കുലിന്റെ മുത്തവക്കലീങ്ങളുടെ വെറുതാണ്. മുത്തവക്കലീങ്ങളുടെ അവരുടെ ദിക്റാണ് ഹസ്ബല. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഒരു ടെൻഷനും വേണ്ട, ഒരു ഭാരവും ചുമന്ന് നടക്കണ്ട, ഒരു വേദനയും വേണ്ട, ഒരു വേവലാതിയും വേണ്ട. എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. നിനക്ക് രോഗം വന്നാൽ അത് റബ്ബിന്റെ തീരുമാനമാണ്. നിനക്ക് ആരോഗ്യമുണ്ടായാൽ അതും റബ്ബിന്റെ തീരുമാനമാണ്. നിനക്ക് മക്കളുണ്ടായാൽ അതും റബ്ബിന്റെ തീരുമാനമാണ്. മക്കൾ മരിച്ചാൽ അതും റബ്ബിന്റെ തീരുമാനമാണ്. സമ്പത്തുണ്ടായാൽ അത് നഷ്ടപ്പെട്ടാൽ എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. നിനക്ക് ആയുസ് അധികം കിട്ടിയാൽ അത് റബ്ബിന്റെ തീരുമാനമാണ്. നീ പെട്ടെന്ന് മരിച്ചുപോയാൽ അതും റബ്ബിന്റെ തീരുമാനമാണ്. എല്ലാം റബ്ബിന്റെ തീരുമാനം. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനം. നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല. നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല. ഒരു വിരൽ അനക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അങ്ങേയറ്റത്തെ ഈമാനികമായ അടിത്തറയിലുള്ള തവക്കുൽ നമുക്കുണ്ടായാൽ പിന്നെ എന്തിനാ ബേജാറ്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹ്ശറ കാണിക്കപ്പെട്ടു. മുത്തുനബിക്ക് എല്ലാം നേരത്തെ കാണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. സ്വർഗവും നരകവും റസൂലുള്ള കണ്ടിട്ടുണ്ടല്ലോ. മഹ്ശറ കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹിക്ക് മഹ്ശറ കാണിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറയിലേക്ക് നോക്കിയപ്പോൾ 1,24,000 നബിമാരുണ്ട്. അവരുടെയൊക്കെ ഉമ്മത്തികളുണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് എന്റെ ഉമ്മത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫറഅയ്തു ഉമ്മത്തി ഖദ് മലഉ സഹല വൽ ജബൽ. എവിടെ നോക്കിയാലും മഹ്ശറയിലെ ഏതേത് മേഖലകളിൽ നോക്കിയാലും ഏറ്റവും കൂടുതലുള്ളത് എന്റെ ഉമ്മത്താണ്. എനിക്ക് വലിയ അത്ഭുതമായി, എനിക്ക് വലിയ സന്തോഷമായി. ഫഅജബനി കസ്റതും, എനിക്ക് വല്ലാത്ത അത്ഭുതവും സന്തോഷമായി. എന്നോട് ചോദിക്കപ്പെട്ടു ഖീലലി അറളീത, അങ്ങേക്ക് തൃപ്തിയായോ നബിയേ? ഇതെല്ലാം അങ്ങയുടെ ഉമ്മത്താണ്. അങ്ങയുടെ ഉമ്മത്താണ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായ അങ്ങയുടെ ഉമ്മത്തിനെ മുഴുവൻ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എത്ര അങ്ങയുടെ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്തു. എപ്പോ നോക്കിയാലും ഈ ഉമ്മത്തിന്റെ ഓർമ്മ, ഈ ഉമ്മത്തിന്റെ ചിന്ത എപ്പോഴും ഏതേത് കാര്യങ്ങളിലും ഉമ്മത്തേ ഉമ്മത്തേ. അല്ലാഹുവിന്റെ റസൂൽ ഏതേത് സമയത്തും മഹ്ശറ വൻസഭയിലേക്ക് പോകുമ്പോ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. ആദ്യമായി മദീന മുനവ്വറയിൽ നിന്ന് ആദ്യമായി മുത്തുനബി എഴുന്നേറ്റ ഉടനെ ജിബ്രീലും മീകായിലും
റസൂലുള്ളാഹിനെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ച് മദീന മുനവ്വറയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആദ്യം റസൂൽ എന്ന് ചോദിക്കുന്ന ചോദ്യം, ജിബ്രീലേ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഉമ്മത്ത് എവിടെയാണ്? അപ്പൊ ജിബ്രീൽ സമാധാനിപ്പിക്കും, അല്ലാഹുവിന്റെ റസൂലേ ബേജാറാവണ്ട, എല്ലാവരും അങ്ങയുടെ അടുത്തേക്ക് വരും. ഇപ്പൊ അങ്ങാണ് ആദ്യമായി എഴുന്നേറ്റത്, എല്ലാവരും ഖബറിലാണ്, എല്ലാവരും എഴുന്നേൽക്കുന്നേ ഉള്ളൂ. അങ്ങ് ബേജാറാവണ്ട നബിയേ, അങ്ങയുടെ അടുത്തേക്ക് എല്ലാവരെയും കൊണ്ടുവരും. അപ്പോഴാ റസൂലുള്ളാഹിക്ക് സമാധാനമാവുക. അങ്ങനെ മഹ്ശറയിൽ ഈ ഉമ്മത്തിനെ മുഴുവനായി കാണുമ്പോ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി. അപ്പോ ഞാൻ പറയും, എന്നോട് ചോദിക്കപ്പെട്ടു, എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് തൃപ്തിയായോ? അപ്പൊ ഞാൻ പറയും, നഅം, അതേ പടച്ചവനെ, എനിക്ക് തൃപ്തിയായി. പിന്നെ എന്നോട് പറയപ്പെടുന്നു, വമാ ഹൗലായി സബഊന അൽഫൻ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ, ആ 70,000 ആളുകൾ ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കയറുന്നവരാണ് 70,000 ആളുകൾ. ആ ഹദീസിനെ മറ്റൊരു വ്യാഖ്യാനം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ 70,000 ഓരോരുത്തരും നേതാക്കളാണ്. ആ നേതാക്കളുടെ കൂടെ 70,000 ആളുകൾ ഉണ്ടാകും. 70,000 നേതാക്കളാണ്. ആ നേതാക്കളുടെ കൂടെ, ഓരോരുത്തരുടെ കൂടെ 70,000 ആളുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹിസാബില്ലാതെയാണ് അവർ സ്വർഗത്തിലേക്ക് പോവുക. എന്താണ് അവരുടെ ഗുണം? എന്താണ് അവരുടെ ഗുണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാര്യത്തിലും ബേജാറില്ലാത്തവരാണ്. ഒരു വിഷമം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ എങ്ങോട്ട് പറഞ്ഞിടത്തൊക്കെ ഓടുന്ന ആളുകളല്ല. അത് എവിടെയാണെങ്കിലും വേണ്ടില്ല, അല്ലേ? അത് ഏത് ചേക്കുട്ടിപ്പാപ്പാന്റെ അടുത്താണെങ്കിലും വേണ്ടില്ല. അത് ഏത് മരണക്കാരനോ ജ്യോത്സ്യനോ എവിടെയാണെങ്കിലും അങ്ങോട്ടൊക്കെ വണ്ടി കയറും. കാരണം അവിടെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ശിർക്കിന്റെ വഴികളിൽ, അല്ലാഹുവിനെ മറന്ന വഴികളിൽ ഏതേത് വഴിയാണെങ്കിലും വേണ്ടില്ല, ഈമാൻ വിട്ടുകൊണ്ട് അല്ലാഹുവിനെ മറന്ന് അങ്ങനെ തെറ്റായ വഴികളിലൂടെയൊക്കെ പോകുന്ന ആളുകളല്ല. അവർക്ക് എന്തുണ്ടായാലും, എന്ത് നഷ്ടം വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും, എന്ത് രോഗം വന്നാലും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ അങ്ങേയറ്റം തവക്കുലുള്ളവരാണ്. അല്ലാഹുവിൽ അങ്ങേയറ്റം തവക്കുലുള്ളവരാണ്. അവരാണ് ഹിസാബില്ലാതെ, കാരണം അവർ അല്ലാഹുവിനെ ഏൽപ്പിച്ചവരാണ് ഏത് കാര്യവും. അവർ ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ്. ഇതിങ്ങനെ കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല എന്ന മുത്തുനബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ യജഅലനീ മിൻഹും. മുത്തുനബിയെ, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണം. ഉക്കാശ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവര്. അപ്പൊ റസൂൽ ദുആ ചെയ്തു, പടച്ചവനേ, അല്ലാഹുമ്മ ജഅൽ ഉക്കാശ മിൻഹും, അല്ലാഹുമ്മ ജഅൽഹു മിൻഹും. പടച്ചവനേ, ഉക്കാശെ ആ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇത് കേട്ടപ്പോ മറ്റൊരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജഅലനീ മിൻഹും. മുത്തുനബിയെ, എന്നെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇല്ല ഇല്ല, സബഖക ബിഹാ ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി, അത് ഉക്കാശ നിന്നെ മുൻകടന്നുപോയി, അത് ഉക്കാശ നേടിപ്പോയി എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഏതൊരു കാര്യത്തിലേക്കും ആദ്യം മുന്നിൽ ചാടി, നന്മയിലേക്ക് മുന്നിൽ ചാടുക, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയണ്ടോ നോക്കട്ടെ, എന്നിട്ടിങ്ങനെ അവസാനം പറയലല്ല, അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രീതി എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞ, അനയാ റസൂലല്ലാഹ്, ഞാൻ നബിയെ, ഞാൻ അത് ഏറ്റെടുത്തു, ഞാൻ റെഡിയാണ് എന്ന് പറയും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? നാലുപുറം നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ പറയണ്ടോ, എന്നിട്ടൊന്ന് ആലോചിച്ചിട്ടൊക്കെ പറയാം. അങ്ങനെയല്ല, നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിലേക്ക് ഉടൻ തന്നെ അത് ആഗ്രഹിക്കുക, അതിലേക്ക് ചാടി വീഴുക. ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബിയെ, എനിക്ക് വേണ്ടി ദ്വാരക്കണം. റസൂലുള്ള ദ്വാരുന്നു.
അത് കേട്ടപ്പോഴാ പിന്നെ മറ്റാൾക്കും തോന്നിയത് എനിക്കൊന്ന് ദ്വാരപ്പിക്കായിരുന്നു അല്ലേ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു അല്ല, അത് ഉക്കാശ കൊണ്ടുപോയി. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുതവക്കലീങ്ങളിൽ എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് തവാദു, താഴ്മ. അങ്ങേയറ്റത്തെ താഴ്മ, എളിമ. താഴ്മയുള്ളവരെ റബ്ബ് ഇഷ്ടപ്പെടൂ. മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് താഴ്മ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു തൂബാ ലിൽ മുതവാദിഈന ഫിദ്ദുനിയാ, താഴ്മ കാണിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ദുനിയാവിൽ താഴ്മ കാണിക്കുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷവാർത്ത. കാരണം അവരാരാണ്? ഹും അസ്ഹാബുൽ മനാബിർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പ്രത്യേകമായ മിമ്പറുകൾ കിട്ടുന്നവരാണ് അവര്. അള്ളാന്റെ അർശിനോട് ചേർന്ന് മുത്തുനബിക്ക് മിമ്പർ കിട്ടും. മഹാന്മാരായ ആളുകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ, മിമ്പറുകൾ കിട്ടും. ഖിയാമത്ത് നാളില് താഴ്മ കാണിക്കുന്നവര്, ദുനിയാവിൽ താഴ്മ കാണിച്ചവര് ഏത് കാര്യത്തിലും ഒരു എളിമത്തരം, താഴ്മ, അവർക്ക് നാളെ ഉയരത്തിൽ പടച്ച റബ്ബ് മിമ്പർ കൊടുത്ത് ആദരിക്കും. അല്ലാഹു അവരെ ഉയർത്തും. തൂബാലിൽ മുസല്ലീന ബൈനന്നാസ്, ഈസാ നബി പറഞ്ഞു 3 വിഭാഗം ആളുകൾക്കാണ് സന്തോഷവാർത്ത ഈസാ നബി പറഞ്ഞത്. 1 താഴ്മ കാണിക്കുന്നവർക്ക്, 2 തൂബാലിൽ മുസല്ലീന ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കുന്നവർ, പരസ്യമായി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ, ജമാഅത്തായി നിർവഹിക്കേണ്ട നിസ്കാരങ്ങൾ, അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അവരാണ് ഹുമുല്ലദീന യരിസൂനൽ ഫിർദൗസ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഫിർദൗസ് ആനന്ദരമെടുക്കുന്നവർ അവരാണ്. പിന്നെ പറഞ്ഞു തൂബാലിൽ മുതഹറത്തി ഖുലൂബുഹും, ഖൽബുകൾ ശുദ്ധിയാക്കിയവർ, അവർക്കാണ് സന്തോഷവാർത്ത. ദുനിയാവിൽ വെച്ച് ഖൽബിനെ ശുദ്ധിയാക്കിയവർ, കഴുകി ശുദ്ധിയാക്കി കൽബിനെ, പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി കൽബിനെ, അവരാണ് ഹുമുല്ലദീന യൻദുറൂന ഇലല്ലാഹി യൗമൽ ഖിയാമ, അവരാണ് നാളെ പടച്ചവനിലേക്ക് നോക്കുന്നവർ, അല്ലാഹുവിന്റെ ലിഖാഹ് കിട്ടുന്നവർ, അല്ലാഹുവിനെ കാണാൻ കഴിയുന്നവർ, പടച്ച റബ്ബിന്റെ ലിഖാഹ് കിട്ടുന്നവർ അവരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ ലാ യുഅതീഹിന്നല്ലാഹു ഇല്ലാ മൻ അഹബ്ബ, 4 കാര്യങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. 4 കാര്യങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ, ആ 4 ഗുണങ്ങൾ, ആ 4 അടയാളങ്ങൾ, ആ 4 സ്വഭാവങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. 1 അസ്സുംതു, സുംത്ത്, കൂടുതൽ സംസാരിക്കൂല, മൗനം പാലിക്കുക എന്ന സ്വഭാവം. കണ്ടതിനും പഠിച്ചതിനും ഒക്കെ എന്തെങ്കിലും പറയാ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. നല്ല അടയാളമാണ്, മുഅ്മിനിന്റെ അടയാളമാണ് സുംത്ത്, പരമാവധി സംസാരിക്കാതിരിക്കുക. വഹുവ അവ്വലുൽ ഇബാദ, അതാണ് 1ാമത്തെ ഇബാദത്ത്. അത് വലിയ ഇബാദത്താണ്, 1ാം സ്ഥാനമുള്ള ഇബാദത്താണ്, അതാണ് 1ാമത്തെ ഇബാദത്ത്. അതുകൊണ്ട് സുംത്ത് എന്ന സ്വഭാവം, പരമാവധി സംസാരം കുറക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, ഖൈർ പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആ സ്വഭാവം, ആ സുംത്ത് എന്ന സ്വഭാവം അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കൂ. പിന്നെ 2ാമത്തേതോ വത്തവക്കുലു അലല്ലാഹ്, എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള സ്വഭാവം, അതും അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. 3ാമത്തേത് വത്തവാദു, താഴ്മ കാണിക്ക, കിബറില്ലാതിരിക്കുക, താഴ്മ കാണിക്ക. 4ാമത്തേത് വസ്സുഹ്ദു ഫിദ്ദുനിയാ, ദുനിയാവിലെ സുഹ്ദ്. സുഹ്ദ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്യാഗം എന്ന് മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ബന്ധം ഒഴിവാക്കി, ദുനിയാവിനോടുള്ള അലാഖത്ത് ഒഴിവാക്കി, ബന്ധം ഒഴിവാക്കി, ദുനിയാവിനോടുള്ള പ്രേമം ഒഴിവാക്കി. സുഹദ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ 4 സ്വഭാവങ്ങൾ, ഈ 4 അടയാളങ്ങൾ നമുക്കുണ്ടാവണം. മറ്റൊരു ഹദീസിൽ കാണാം, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലി അറാ അലൈക്കും ഹലാവത്തൽ ഇബാദ. സ്വഹാബത്തിനോട് ചോദിച്ചു, നോക്കണേ
സഹാബത്തിനോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളിൽ ഇബാദത്തിന്റെ മധുരം കാണുന്നില്ലല്ലോ, നിങ്ങളിൽ ഇബാദത്തിന്റെ മധുരം കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. മാലി ലാ അറാ അലൈക്കും ഹലാവത്തൽ ഇബാദ, എന്താ ഞാൻ നിങ്ങളിൽ ഇബാദത്തിന്റെ മധുരം കാണാത്തത്? റസൂലുള്ളാഹി ചോദിച്ചു സഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മാ ഹലാവത്തുൽ ഇബാദ, എന്താണ് മുത്തുനബിയെ ഇബാദത്തിന്റെ മധുരം എന്താണ്? ഹലാവത്തുൽ ഇബാദ എന്താണ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത്തവാളു, താഴ്മയാണ്, താഴ്മ കാണിക്കലാണ്. ഇബാദത്ത് കൊണ്ടുണ്ടായിത്തീരുന്ന മധുരം എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ രസം അത് ഒരു സ്വഭാവത്തിലൂടെ, ഒരു അടയാളത്തിലൂടെ ആളുകൾക്ക് അറിയാൻ കഴിയും. അതെന്താണ്? തവാളുവാണ്, താഴ്മയാണ്, താഴ്മ കാണിക്കലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ? ഏത് പെരുമാറ്റത്തിലും വർത്തമാനത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ താഴ്മ കാണിക്കുക. തവാളഅത കുൻ കന്നജ്മി ലാഹാ ലിനാദിരി അലാ സാഫാത്തിൽ മാഇ വഹുവ റഫീഉ വലാ തകു കദ്ദുഖാനി യഅലു ബിനഫ്സിഹി അലാ തബഖാത്തിൽ ജവി വഹുവ വദീഉ. നീ താഴ്മ കാണിക്കണം, നീ താഴ്മ കാണിക്കണം. തവാള, താഴ്മ കാണിക്കണം. നാലോ, തവാളഅത കുൻ കന്നജ്മി ലാഹാ ലിനാദിരി, നീ താഴ്മ കാണിച്ചാൽ നീ നീ നക്ഷത്രത്തെ പോലെയാകും. നീ താഴ്മ കാണിച്ചാൽ നീ താഴേക്കിറങ്ങി വരണം, നീ താഴ്മ കാണിക്കണം, നീ താഴേക്ക് ഇറങ്ങി വരണം. ഏതുപോലെ? കന്നജമി, നക്ഷത്രത്തെ പോലെ. നക്ഷത്രം താഴേക്കിറങ്ങി വന്നു, അത് മിന്നിത്തിളങ്ങുകയാണ്. ലഹാലിനാളിരെ, എവിടെ? അലാ സഫഹാത്തിൽ മാഇ, വെള്ളത്തിന്റെ മുകളില്. നല്ല തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കിയാൽ, നല്ല തെളിഞ്ഞ ആകാശം, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള സമയത്ത് ഭൂമിയിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ വെള്ളത്തില്, അല്ലെ? നക്ഷത്രങ്ങള് വെള്ളത്തില്. അപ്പോ നീ നക്ഷത്രങ്ങളെ പോലെ താഴേക്കിറങ്ങി വരണം, നക്ഷത്രങ്ങളെപ്പോലെ താഴേക്കിറങ്ങി വരണം. താഴ്മ കാണിക്കാനോ, താഴ്മ കാണിക്കണം. എന്നാലോ ഹോറഫയോ, നക്ഷത്രം എവിടെയാണ്? ഏറ്റവും ഉയരത്തിലാണ്. നക്ഷത്രം ഏറ്റവും ഉയരത്തിലാണ്. പക്ഷേ നക്ഷത്രം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നു. നക്ഷത്രത്തെ പോലെ ആവണം. നീ എത്ര താഴ്ന്നുവോ അത്ര നീ ഉയരും. നീ എത്രത്തോളം താഴ്മ കാണിക്കുന്നുവോ അല്ലാഹു നിന്നെ ഉയർത്തും. നീ എന്താക്കരുത്? കിബർ കാണിക്കരുത്, നീ പൊങ്ങരുത്, നീ ഉയരരുത്. ഏതുപോലെ? വലാതകു കദ്ദുഖാനി, പുക ഉയരും പോലെ നീ ഉയരരുത്. യഅലൂ ബിനഫ്സി, പുക സ്വയം കൊണ്ട് ഉയരും. ഉയരുമ്പോ നമുക്കങ്ങോട്ട് തോന്നും, അല്ലേ? അപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ കാണാം പുക അങ്ങോട്ട് ഉയരണേ, ആ പുക അങ്ങോട്ട് ഉയരണേ, ആ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ കാണാറുണ്ട്. ആ പുക അങ്ങോട്ട് പൊങ്ങണ് കണ്ടാൽ ആകെ ബേജാറും. പഠിച്ചോന്ന് എന്താ ഇത് സാധനം, എന്താ ഈ പൊങ്ങൽ? എന്നിട്ട് അങ്ങോട്ട് പൊങ്ങിയാലോ അലാത്തബഖാത്തിൽ ജവ്വി, അങ്ങോട്ട് പൊങ്ങി പുക അങ്ങോട്ട് പൊങ്ങിന് പോയാലോ, അങ്ങോട്ട് പൊങ്ങി അന്തരീക്ഷത്തിൽ പോയാലോ ഓഹോ വകയോ, പിന്നെ അവിടത്തെ ഒന്നുമില്ല. കട്ടപ്പുക എന്ന് പറയില്ല നമ്മൾ, അല്ലെ? പുകനെ നമ്മൾ കട്ടപ്പുകാറ്, നല്ല കട്ടപ്പുകാറിന് എന്താ? കട്ടപ്പുകയാണ് നല്ല കട്ടിയുള്ള കട്ടായിട്ടുള്ള പുക ഇങ്ങനെ പൊങ്ങണിങ്ങനെ കണ്ടപ്പോ എന്താ? അത് ഹലാക്കിന്റെ എന്തോ ഒരു സാധനം. പിന്നെ അത് മേലക്ക് പോയി നോക്കുമ്പോ എന്താണ്? കട്ടപ്പുകയൊന്നുമില്ല. അപ്പൊ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? മന്നജാത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, നീ താഴ്മ കാണിക്കണം. ഇഹ്ഫദ് അലൈക ലിസാനക്, നീ നിന്റെ നാക്കിനെ സൂക്ഷിക്കണം. തവാദുഅ സുംത്, താഴ്മ കാണിക്കുക. അപ്രകാരം തന്നെ പരമാവധി മിണ്ടാതിരിക്കുക. ഈ രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ നാളെ രക്ഷപ്പെടാനുള്ള വഴിയായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അടയാളങ്ങൾ. ഹയാ, ലജ്ജയുണ്ടാവുക. ലജ്ജയുണ്ടാവുക എന്ന് പറഞ്ഞാൽ
നാണം, ലജ്ജ എന്ന് പറഞ്ഞ കേവലം നമ്മൾ മനസ്സിലാക്കിയ നാണം അത് മാത്രമല്ല, ഹഖുൽ ഹയാ, യഥാർത്ഥത്തിലുള്ള ലജ്ജ. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹിമഹുല്ലാഹ് അർ-റിസാലത്തുൽ ഖുശൈരിയയിൽ ഹയാ എന്ന് പറയുന്ന ബാബ്, ആ പാഠം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി കൊടുത്ത ആയത്ത് അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, നിനക്കറിയൂലേ അല്ലാഹു എല്ലാം കാണുമെന്ന്? അറിയണ്ടേ? അവൻ അറിയുന്നവനല്ലേ, അറിയണം. അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹു എല്ലാം കാണും. അല്ലാഹുവിലുള്ള ലജ്ജ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലജ്ജ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹയ. അല്ലാഹു കാണും എന്നുള്ള ഹയാ. അല്ലാതെ സൃഷ്ടികൾക്കിടയിൽ നാണം മറക്കാനും മറ്റുള്ള തരത്തിലുള്ള നാണം കുണുങ്ങിയാണ് ആ നാണം, ആ തരത്തിലുള്ള ലജ്ജ ഹയാ എന്നതല്ല. അത് വേണം. മാനുഷികമായ ആവശ്യമുള്ള ആ ലജ്ജ അത് സൃഷ്ടികൾക്കിടയിൽ വേണം. അള്ളാഹുവിലും ഏറ്റവും പ്രധാനപ്പെട്ട ഹയാ വേണം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവയവങ്ങളെ, കണ്ണിനെ, കാതിനെ, അതേപോലെ വയറിനെ, തലയെ, ഓരോ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക. മരണത്തെ ഓർക്കുക. വൽയദ്കുറിൽ മൗത വൽ ബിലാ, മരണത്തെയും മരിച്ചുപോയവരെയും ഓർക്കുക. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. ദുനിയാവിന്റെ സീനത്ത് ഒഴിവാക്കുക. ഇതൊക്കെ ഉണ്ടായാലാണ് യഥാർത്ഥ ഹയാ. ഫമൻ ഖാല ദാലിക ഫഖദ് ഇസ്തഹിയ മിനല്ലാഹി ഹഖൽ ഹയാ. ഇതൊക്കെ ഉണ്ടായാലാണ് യഥാർത്ഥത്തിലുള്ള ഹയാ ആയി തീരുക എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലേ? ഓരോ സ്വഭാവങ്ങൾ, സത്യസന്ധത, സിദ്ഖ്, വിശ്വസ്തത, അമാനത്ത്, ഓരോ വിഷയവും ഓരോ ദിവസം വാഴ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല ഗുണങ്ങൾ, നല്ല അടയാളങ്ങൾ രാജാതിരാജനായ റബ്ബ് തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി യാസീനോദി ദുആ ചെയ്യുക വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഒരു പതിവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പതിവുള്ള അല്പം ദിക്റുകൾ അതൊക്കെ നമ്മൾ ചൊല്ലുകയും വേണം. ഇസ്തിഗ്ഫാർ, അതിന് മുടക്കം വരണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരല്പം ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് യാസീനോദി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.